പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നൊക്കെ ആർക്കും അറിയാത്തതല്ലേ. പക്ഷെ നമ്മുടെ ഉള്ളിൽ മുഴുവൻ സങ്കടവും ഭയാലോ ഈ അവസ്ഥയിൽ എങ്ങനെയാ പോസിറ്റീവായിട്ട് ചിന്തിക്കുക? നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം. വികാരങ്ങൾ മുഴുവൻ നെഗറ്റീവായി നിൽക്കുമ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരില്ല. അതൊരു സത്യമാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ യാതൊരു ഫീലിങ്സും ഇല്ലാതെ തന്നെ ഒരു യന്ത്രം പോലെ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾക്ക് ബ്രെയിൻ വാഷിങ് ചെയ്തെടുക്കാം. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് അതിനെയാണ് യാന്ത്രിക പരിശീലനം അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിന് ശരിയും തെറ്റൊന്നും വേർതിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും അതിന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് യാതൊരു ഫീലിങ്സും ഇല്ലാതെ വളരെ യാന്ത്രികമായി നല്ല കാര്യങ്ങൾ വായിക്കാനും കേൾക്കാനും പറയാനും തുടങ്ങാം. അത് നമുക്കിപ്പോൾ ഒരു പാട്ട് ശോകഗാനം തന്നെ കേൾക്കണമെന്നില്ലല്ലോ. ചുമ്മാ മോട്ടിവേഷൻ കേൾക്കുക. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് പറയും ഇതൊക്കെ വെറുതെ ആണെന്ന്, നിനക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. അത് കേൾക്കണ്ട. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് കേൾക്കുന്ന പോലെ തുടർച്ചയായി നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഈ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ആവർത്തനം, റിപ്പീറ്റേഷൻ. നിങ്ങളുടെ ബ്രെയിൻ പതിയെ പതിയെ ആ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങും. ഇത് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട്. ഒന്ന്, രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള സമയം. ആ സമയത്ത് ഭയപ്പെടുത്തുന്ന സിനിമകളോ വാർത്തകളോ ഒന്നും കാണരുത്. രണ്ടാമത്തെ സമയം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഉറക്കമുണർന്ന ഉടനെ തന്നെയുള്ള സമയമുണ്ടല്ലോ. ഈ 2 സമയത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ വാതിലുകൾ മലർക്കെ തുറന്ന് കിടക്കായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഏത് ഡാറ്റയും വളരെ സുഖമായിട്ട് സ്മൂത്തായിട്ട് അതിനുള്ളിലേക്ക് എടുക്കും. ആ സമയത്ത് നല്ല ചിന്തകൾ ആവർത്തിച്ച് പറയാം. ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള 3 കാര്യങ്ങൾ, അതായത് ആരോഗ്യമാകാം, സമാധാനമാകാം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാകാം, അതൊരു ചെറിയ പേപ്പറിൽ പോസിറ്റീവായിട്ട് എഴുതുക. ഉദാഹരണത്തിന്, എൻ്റെ മനസ്സ് പൂർണ്ണ ശാന്തമാണ്, എനിക്ക് ചുറ്റും നല്ല കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. വാട്സപ്പ് നോക്കിയത് കിട്ടില്ല കേട്ടോ. മൊത്തം കുഴപ്പം മാത്രമുള്ള ഗ്രൂപ്പുകളിൽ മെമ്പറായി നിന്നിട്ട് ഇതേപോലെ ചിന്തിക്കണം നേരത്തെ നടക്കുമല്ലോ. ഈ പേപ്പർ നിങ്ങളുടെ കണ്ണാടിയിലോ അലമാരയിലോ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ആ വാക്കുകൾ അങ്ങ് വായിക്കുക, ഉറക്കെ വായിക്കുക. നമ്മൾ കേൾക്കട്ടെ. അതുപോലെ നിങ്ങൾക്ക് ഭയമുള്ളൊരു കാര്യം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യുന്നതായിട്ട് വെറുതെ മനസ്സിലൊന്ന് സങ്കല്പിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് നാലാളെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കാനൊക്കെ പേടിയാണെങ്കിൽ നിങ്ങളൊരു അടിപൊളി പ്രസംഗങ്ങൾ നടത്താനായിട്ട് അങ്ങ് സങ്കല്പിക്കുക. അങ്ങ് മനസ്സിലങ്ങ് കാണുക. കാരണം ബ്രെയിനിന് ഇതറിയില്ലോ നമ്മൾ സങ്കല്പിക്കുകയാണോ ഉള്ളതാണോ ഒന്നും അറിയില്ല. ഇതൊന്ന് ചെയ്ത് നോക്ക്. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ പവർ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പരിശീലനം ഞാൻ നടത്തുന്നുണ്ട്. അത് വലിയ ലക്ഷ്യങ്ങളുള്ളവർക്ക് കണ്ടാം. പലർക്കും വലിയ ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യം എന്താണെന്ന് വെച്ചപ്പോൾ എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മനസ്സിൽ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് വേണ്ടേ. ഏതായാലും ഇവിടെ ഞാനൊരു പരിശീലനം നടത്തുന്നുണ്ട് രാവിലെ. നല്ല ലക്ഷ്യങ്ങളുള്ളവർക്ക് കൂടുതൽ ആഴത്തിൽ ഇത് പരിശീലിക്കാനും നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ തിരിച്ചറിയാൻ എല്ലാ ദിവസവും രാവിലെ 7:30 നടക്കുന്ന IES പരിശീലനത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നല്ല ഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യവും നമുക്ക് വെറുതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല എന്നുള്ളൊരു സത്യം എന്നുള്ളത് ഓർക്കുക. ഞാൻ തരുന്ന ഊർജ്ജം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതം മാറ്റും. അത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളാണോ എങ്കിൽ ഒരു കാര്യപ്പെട്ട നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം എന്താ വെച്ചാൽ ഈ പ്രശ്നങ്ങളില്ലെങ്കിൽ മനുഷ്യൻ വളരില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബുദ്ധിയും കഴിവുകളും വർദ്ധിക്കാൻ പ്രയാസങ്ങൾ ആവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം അവിടെയാണ് ഒളിഞ്ഞു കിടക്കുന്നത്.